ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോൾ ഇൻ ലവിൻ്റെ 5ാമത്തെ പാർട്ടാണ് കേട്ടോ. എപ്പിസോഡ് സ്റ്റാർട്ട് ആവാൻ തന്നെ നമ്മുടെ ഹീറോൻ്റെ സ്പീച്ച് കാണിച്ചുകൊണ്ടാണ്. ഇവനാണെങ്കിൽ ഇപ്പോൾ ആ സിറ്റിയിലെ കൺട്രോൾ ഫുൾ കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഇവനാണെങ്കിൽ പറയുകയാണ്, ഞാൻ ഈ സിറ്റിയിലെ എല്ലാ ജനങ്ങളും നല്ല രീതിയിൽ നോക്കുന്നൊക്കെ പറയുന്നുണ്ട്, എന്ത് പ്രോബ്ലംസ് വന്നാലും സോൾവ് ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞിട്ട് അവൻ നല്ല രീതിയിൽ സ്പീച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ അവിടുത്തെ ആ പാർട്ടിയിൽ വന്ന ആൾക്കാരൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗൂവും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോ നല്ല രീതിയിൽ സ്പീച്ച് കൊടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിൽ ഒരാൾ മാത്രം വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആക്ടർ പെണ്ണൊക്കെ ക്ലാപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വാനും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഹീറോനെ. പിന്നീട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. ഇവളാണെങ്കിൽ റെസ്റ്റ് റൂമിൽ വന്നിട്ടായിരിക്കും. ആ സമയത്ത് ഒരു സ്ട്രേഞ്ചർ ഉണ്ടായിരിക്കും. ഈ സ്ട്രേഞ്ചർ ഒരു കണ്ണും കൊണ്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അയാളുടെ കൈ ഒരു പൊതി ഉണ്ടായിരിക്കും, അതിൻ്റെ ഉള്ളിൽ കണ്ണായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണ് അയാൾ വന്ന് ഇടിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് കണ്ണ് താഴെ പോകുന്നുണ്ട്. അത് ഇവൾ നോട്ട് ചെയ്യുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇത് കണ്ടിട്ട് അയ്യോ സോറി എന്നൊക്കെ പറഞ്ഞ് ഡ്രിങ്ക്സ് കഴിച്ച പോലൊക്കെ ആക്ട് ചെയ്തിട്ട് ഇയാളെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഇത് പേടിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ വിചാരിക്കും ഇവൾ ശരിക്കും ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇയാളാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഡ്രിങ്ക്സ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരിക്കില്ല. അവൾ ജസ്റ്റ് അങ്ങനെ ആക്ട് ചെയ്തായിരിക്കും. എന്നിട്ട് ഇവളാണെങ്കിൽ അയാൾ പോയി ഇവിടെ നോക്കുന്നുണ്ട്. അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ എന്തോ നടക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഗൂനാണ് കാണിക്കുന്നത്. അവനും സ്റ്റേജിൽ കയറി സ്പീച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ടാൻ എന്നാണ് നമ്മുടെ ഹീറോൻ്റെ പേര്. അവൻ നല്ല രീതിയിലൊക്കെ എല്ലാവരും ഹെൽപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയും വന്നിട്ട് നമ്മുടെ ഹീറോൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അയാളുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഇതുപോലെ ഒരു പേഴ്സണെ മീറ്റ് ചെയ്തു, ആളെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോയിൻ കാണിച്ചു കൊടുക്കേണ്ട ആളാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അയാളാണെങ്കിൽ അവിടെ പുറകെ തിരിഞ്ഞ് ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ ഉണ്ടല്ലോ മറ്റു കമ്പനീസിനൊക്കെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാളെ അവൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇയാളെ കയ്യിൽ നമ്മുടെ ഹീറോയും പറഞ്ഞ പോലെ ആ കവറിൽ ഗണ്ണായിരിക്കില്ല, ഒരു ഗ്ലാസ് ആയിരിക്കും. ഇത് കണ്ട് ഇവള് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹീറോയും കൂവൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും മിസ് അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, അല്ല ഞാൻ പറഞ്ഞത് സത്യമാണ്, ഇയാളുടെ കയ്യിൽ ഗണ്ണ് കണ്ടു എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഫ്രണ്ടൊന്നും വിശ്വസിക്കണില്ല. എന്നിട്ട് ഇയാളോടൊക്കെ സോറി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹീറോയിൻ നോട്ടുണ്ട്. ആ സമയത്ത് കറക്റ്റ് വേറൊരാൾ വന്നിട്ട് നമ്മുടെ ഹീറോയിനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഹീറോയിൻ തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിനെ ഗണ്ണും പിടിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊന്നു കളയുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ വേറൊരുത്തൻ അവിടെ നിന്നിട്ട് ഗൺ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഗൂ നമ്മുടെ ഹീറോയിൻ മാറുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ആക്ടർ പെണ്ണാണെങ്കിൽ ഒരു സൈഡിൽ നിൽക്കട്ടെ. ആ സമയത്ത് വാനാണെങ്കിൽ നമ്മുടെ ആക്ടർ പെണ്ണെ ടച്ച് ചെയ്യേണ്ട. ഈ സമയത്ത് ഇവളാണെങ്കിൽ റെഡി ആവാനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വാനും പറഞ്ഞ് ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ആക്ടർ പെണ്ണോട് പറഞ്ഞ് നീ തൽക്കാലം ഇവിടെ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഗൂനെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോയിൻ്റെ സിസ്റ്ററും വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ വാനും പെയ്യൊക്കെ പോയിട്ട് ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ആ റൂം എവിടെ നിന്നാണ് ഗൺ ഷൂട്ട് വന്നതെന്നൊക്കെ പോയി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടായിട്ട് നമ്മുടെ ഹീറോ ഗൂവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ പോയി ശരിയാവില്ല, ഞാൻ വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ രക്ഷപ്പെടുത്താൻ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ പെയിനും വാൻ്റെ ഒക്കെ ഒരു ഗൺ ഷൂട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അവരൊക്കെ നല്ല രീതിയിലൊക്കെ ഷൂട്ട് ചെയ്ത് കുറേ ആൾക്കാർക്ക് കൊല്ലുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനാണെങ്കിൽ ഇവൻ്റെ യൂണിഫോം കൂരി വെച്ച് കഴിഞ്ഞിട്ട് ഇവൻ മതിൽ കയറി പോവാണ് കേട്ടോ. അതായത് ബിൽഡിംഗ് കയറി പോവാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ അവൻ്റെ സിസ്റ്റർ ഓടിക്ക് വന്നിട്ടുണ്ടായിരിക്കില്ല. ഇവളാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പെയ്യും അതുപോലെ തന്നെ വാനും ഉണ്ടായിരിക്കും. വാനാണെങ്കിൽ ആകെ ടയർഡായിട്ടുണ്ട് കേട്ടോ. ഇവരാണെങ്കിൽ നമ്മുടെ സിസ്റ്റർ രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സിസ്റ്റർ ആണെങ്കിൽ പെയിനെ നോക്കുകയാണ് കേട്ടോ. പെയ്യാണെങ്കിൽ അവളെ വലിയ മൈൻഡൊന്നും ഇല്ല. എന്നിട്ട് ഇവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ സിസ്റ്ററിനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ വീണ്ടും ആ സമയത്ത് ഇവൾ പറയാണ്, നിനക്കൊരു മനുഷ്യനോട് ഒരു യാതൊരു വിധത്തിൽ സിമ്പതി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് പെയ് വന്നിട്ട് ഇവൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ പെയ്യുടെ കയ്യിൽ ഒരു പാട് അവൾ ശ്രദ്ധിക്കേണ്ട. ഈ പാട് എങ്ങനെ വന്നു വെച്ചൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സിസ്റ്റർ കോളേജിലെ സമയത്ത് ഉണ്ടല്ലോ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫൈറ്റൊക്കെ നടക്കണ്ടായിരിക്കും. ആ സമയത്ത് നമ്മുടെ പെയ്യായിരിക്കും ഇവിടെ രക്ഷയുണ്ടായിരിക്കും. അപ്പോൾ പറ്റിയതായിരിക്കും ഈ പാട്. അപ്പോൾ തൊട്ടായിരിക്കും ഇവൾക്ക് ഇവരോട് ക്രഷ് അടിച്ചിട്ടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനായി അവിടെ കിടക്കിയിട്ട് നമ്മുടെ ഹീറോക്ക് രക്ഷിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്താണ് നമ്മുടെ സിസ്റ്റർ ആണെങ്കിൽ ഹീറോയിനെ കാണാണ്ട് അവിടെ നിന്ന് വേഗം പോണ്ടിട്ട്. എന്നിട്ട് നമ്മുടെ വാനാണെങ്കിൽ ആക്ടർ പെണ്ണിന് ടാറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവളാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. എന്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫാദറാണെങ്കിൽ ഹീറോൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോളെ എന്തായാലും പ്രൊട്ടക്ട് ചെയ്തതിന് താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയും ഓക്കെ എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹീറോയിൻ ഇവർ രണ്ടുപേരും വരണം. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ ചെറുതായിട്ട് ഇഞ്ചുറിയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഹീറോയും പറയുന്നുണ്ട് നോക്കട്ടെ എന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നോക്കുന്നുണ്ട്. ടീവളാണെങ്കിൽ ഇഞ്ചുറിയിലാണെങ്കിൽ മരുന്ന് വെച്ച് കൊടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് വേണ്ടെന്ന്. പക്ഷേ ഇവളാണെങ്കിൽ കേൾക്കലുണ്ട്. ടീവളാണെങ്കിൽ ഷർട്ട് ഊരി കഴിയുന്ന സമയത്ത് ഇവൻ്റെ ബോഡി കണ്ട് മൊത്തത്തിൽ ഞെട്ടുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് പാടുകളാണ് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ എല്ലാ ഇഞ്ചുറീസിനും മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ എന്താ കണ്ട് പേടിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോയ്ക്ക് ഇവളോട് എന്തൊരു ഫീലിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ഇവളെ നോക്കുകയാണെങ്കിൽ ഇവൾ അവനെ നോക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കുറച്ച് നേരം പരസ്പരം നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് എന്ത് തോന്നുന്നറിയില്ല. ഇവളാണെങ്കിൽ അവനെ ഡ്രസ്സ് ചെയ്യണ്ടായിരിക്കുമല്ലോ അതാണെങ്കിൽ പിടിച്ച് നല്ല രീതിയിൽ മുറുക്കുന്നുണ്ട്. ആ സമയത്ത് ഇവന് ചെറുതായിട്ട് പെയിനൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നാൽ അവൻ ചിരിക്കുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഗൂനിയാണ് കേട്ടോ. അവനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് കഴിഞ്ഞിട്ട് അവന് ചെറുതായിട്ട് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ആ
ആ സ്ട്രേഞ്ചറെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ സ്ട്രേഞ്ചറെ നല്ല രീതിയിൽ പിടിച്ചടിക്കേണ്ട, അതായത് ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇയാളൊന്നും കറക്റ്റ് പറയണമെന്നില്ല. അപ്പോൾ നമ്മൾ വാനാണെങ്കിൽ ചിരി വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെയ്യും അതുപോലെ ഗൂവും ചോദിക്കുന്നുണ്ട് കേട്ടോ, ഹീറോയും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നറിയാം, പോയിസൺ കഴിച്ചാൽ അവിടെ തന്നെ മരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇയാൾക്ക് ആരാണെന്ന് കൊണ്ടുവന്നതെന്നൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല, അതുകൊണ്ട് അയാൾ അപ്പം തന്നെ മരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ഇവരൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗൂ പറഞ്ഞിട്ട് ഹീറോയിൻ്റെ അടുത്ത് വരാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അവളിപ്പോൾ വരണില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് കുറച്ചും കൂടി അവളുടെ അടുത്ത് ചോദിച്ചറിയാണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗൂവും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവന് വലിയ ഇഷ്ടമൊന്നുമില്ല നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വിടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് എന്താണ് എന്നോട് ചോദിക്കാനുള്ളത് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഗൂവിൻ്റെ കൂടെയുള്ള വിടാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ശരി ഞാനന്ന് പോകാമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ ഒറ്റയ്ക്ക് പോകുന്നു വേണ്ട, ഞാൻ നിന്നെ പ്രൊട്ടക്ഷനായിട്ട് വരാമെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഇവളും പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു അറ്റാക്ക് കഴിഞ്ഞോളൂ എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നത് നീ പേടിക്കേണ്ട, എന്നെ രക്ഷിക്കാൻ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ഒന്ന് ഇതാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ശരി ഞാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിലോ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ഇവളെ നോക്കിയിട്ട് പറയാണ് ഇവള് നല്ല സ്മാർട്ട് ഗേളാന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം കാണിക്കേണ്ടത് നമ്മുടെ ഗൂനും പെയിനും വാനൊക്കെയാണ് കേട്ടോ. ഇവരാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. ഹീറോനെ നമ്മുടെ പെയ്ക്ക് വാനൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൂ ആണെങ്കിൽ ഇവർ പറയുന്നതൊക്കെ കേട്ട് നിൽക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗൂ ആണെങ്കിൽ വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ സിസ്റ്റർ ഉണ്ടല്ലോ, സ്റ്റെപ്പ് സിസ്റ്റർ, ഇവളാണെങ്കിൽ ഉണ്ടല്ലോ ഇവന് ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതായത് ഇവന് ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സമയത്ത് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണ് നോക്കുന്നത് കേട്ടോ. പക്ഷേ അവളാണെങ്കിൽ വന്നിട്ടുണ്ടായിരിക്കില്ല. എന്നിട്ട് ഈ പെണ്ണാണെങ്കിൽ ഇവൻ്റെ അടുത്ത് എന്തോ സംസാരിക്കാൻ വരുന്നുണ്ട്. ഇവനാണെങ്കിൽ വലിയ താല്പര്യമില്ലാണ്ട് അവിടെ നിന്ന് പോകേണ്ടത് കണ്ട് ഇവളും സാഡ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഗൂവിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നീ ഓക്കെല്ലാം ചോദിക്കേണ്ട. അപ്പോൾ ഈ സമയത്ത് ഇവനാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് എന്തോ സംസാരിക്കാൻ വരുമ്പോൾ നമ്മുടെ ഗൂ പറയുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം നിൻ്റെ സംസാരം ഇവിടെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഗൂ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഹീറോയിനും ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഈ പെണ്ണ് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവള് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് ടയേർഡാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗൂ ആണെങ്കിൽ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗൂവിനാണെങ്കിൽ ഇവളുടെ മേലൊരു ഫീലിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പിന്നീട് അതിനുശേഷം കാണിക്കുന്നത് ഒരു പത്രവാർത്തയാണ്. നമ്മുടെ ഹീറോ നോക്കുകയാണ് കേട്ടോ. നമ്മുടെ ഹീറോയിനെ അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന പിക്ചറൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇവൻ നോക്കണത് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഉണ്ടല്ലോ ഒരു കാര്യം സ്ട്രൈക്കാവാണ്. അതായത് നമ്മുടെ ഹീറോൻ്റെ ചെറുപ്പകാലം ആലോചിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ അവനെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ടൈമിൽ ഇവൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരിക്കും യുദ്ധത്തിൽ. എന്നിട്ട് ഇവൻ വന്നിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ അച്ഛനെ ഫീൽ ചെയ്തിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇവ ആലോചിക്കണത്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് ഉണ്ട്, അതാണെങ്കിൽ നമ്മുടെ ഹീറോനെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. ആൾ വന്നിട്ട് ചോദിക്കുകയാണ് അല്ല എങ്ങനെ പോകുന്നു നിൻ്റെ ജോബ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഗൂവിൻ്റെ ഫാദർ ആണെങ്കിൽ അവനെ കോൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ നടന്ന കാര്യങ്ങളൊക്കെ ആൾ അറിഞ്ഞിട്ടുണ്ട്, ആൾ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഈ സമയത്ത് ഗൂ പറയുന്നുണ്ട് ഡാഡി ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, അല്ല ഞാൻ സോൾവ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണെങ്കിൽ ബായ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ നോക്കി നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെയും അതുപോലെ ഇവരുടെ ഫോട്ടോസൊക്കെ പേപ്പറിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് അറ്റാക്കിനെ കുറിച്ചിട്ടൊക്കെയാണ്. പിന്നീട് ഒരു പേഴ്സണെ കാണിക്കുന്നുണ്ട്, ഇവൻ്റെ പേര് പെണ്ണെന്നാണ് കേട്ടോ. ഇവനാൾ കുറച്ച് ചെറ്റയാണ്. ഇവനാണ് ആക്ടർ പെണ്ണിനെ വിളിച്ചിട്ടുണ്ട്. ആക്ടർ പെണ്ണിൻ്റെ കയ്യിൽ ഈസൊക്കെ ഉണ്ട് കേട്ടോ. ഇയാൾക്ക് പെണ്ണുങ്ങളോട് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ വാൻ അവിടെ ഉണ്ടായിരിക്കും. വാൻ ഇത് കണ്ടിട്ട് അത്രയ്ക്കാണ് സൈക്കിളിനെ, കാരണം നമ്മുടെ വാനാണെങ്കിൽ ആക്ടർ പെണ്ണിനെ ഇഷ്ടമൊക്കെയാണല്ലോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോയും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഹീറോയും ആക്ടർ പെണ്ണും കൂടി ഇയാളെന്തോ ട്രാപ്പിലാക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. കാരണം ഇയാൾ അത്ര പേഴ്സണൊന്നുമല്ല കേട്ടോ. ഇയാളായിട്ട് എന്തൊരു ഡീൽ വെക്കാനാണ് വന്നിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നത് ഇന്നത്തെ ഈവനിങ് നമുക്ക് അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇയാളാന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ വാനാണെങ്കിൽ ഗൂവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ ആ പെണ്ണ് മീറ്റ് ചെയ്തിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ ഗൂവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ വാനാണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഗൂ പറയുന്നുണ്ട് നമുക്ക് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയും അതുപോലെ ആക്ടർ പെണ്ണും പോരാണ്. എന്നിട്ട് പറയാണ് നീ എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ആക്ടർ പെണ്ണ് പറയുന്നുണ്ട് എന്നോട് താങ്ക്സ് പറഞ്ഞ ലിറ്റിലങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ടാറ്റും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഫ്രണ്ട് പറയാണ് ഇവൾക്ക് ശരിക്കും നിന്നോട് ഇഷ്ടമെന്ന് തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിനും അതുപോലെ ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുറച്ച് ഫയൽസൊക്കെ നോക്കി കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഇവള് വലിയ മൈൻഡൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗൂ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗൂ പറയാണ് നമുക്ക് ഇന്നൊരു പാർട്ടിക്ക് പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ വരുമോ എൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിന് ഞാൻ വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ നമ്മുടെ ഗൂ കൂടിയിട്ട് ആ പെൻ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ ആളെ മീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അതായത് നമ്മുടെ ഹീറോ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അയാൾ. അപ്പോൾ ഇയാൾ നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവരുടെ അടുത്ത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോണെങ്കിൽ കാര്യം അറിഞ്ഞ് വരുന്നുണ്ട് അവിടേക്ക്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ അസിസ്റ്റൻറ്റ് ചോദിക്കേണ്ടത്, അതായത് ഫ്രണ്ട് നീ പോകണോ ചോദിക്കേണ്ട. അപ്പോൾ ഇവൻ
ഇവനും പറയുന്നു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ തൊട്ടപ്പുറത്തെ റൂമായിരിക്കും ബുക്ക് വെച്ചിട്ടുണ്ടായിരിക്കും, അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ കുറേ ആൾക്കാർ ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഹീറോ വാച്ച് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോയിൻ്റെ റൂമിലേക്കാണ്. എന്നിട്ട് ഈ എൻ്റെ അടുത്ത് എന്തൊരു ഡീൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഗൂവും അതുപോലെ ഹീറോയിനൊക്കെ വന്നിരിക്കണം. എന്നിട്ട് ഇയാൾ പറയുന്നുണ്ട് നിങ്ങൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇയാൾ നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇയാൾ ശരിക്കും നല്ലൊരു പേഴ്സണൊന്നല്ല. എന്നിട്ട് നമ്മുടെ ഗൂവിനാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല, നല്ലവൻ ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഡ്രിങ്ക്സ് കഴിച്ച് നമ്മുടെ ഗൂവാണെങ്കിൽ ആകെ ഫൂസായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഇത് കണ്ട് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഗൂവിനാണെങ്കിൽ ബോധമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇയാൾ ചോദിക്കുകയാണ് അല്ല നീ ഒന്നും കഴിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇവളും കുറച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനും കുറിച്ച് ചെറുതായിട്ട് ബോധമൊക്കെ ഇതാവുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ പെണ്ണിനാണെങ്കിൽ കുറച്ച് ആൾക്കാർ വന്ന് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹീറോയിനെ കാണുന്ന സമയത്ത് ഹീറോയിൻ ചോദിക്കുന്നത് നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇത് അത്ര നല്ല പ്ലേസ്, നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഞാൻ ഗോവിന് ഒറ്റയ്ക്കാക്കി വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അവൻ ഓൾറെഡി ഡ്രിങ്ക്സ് കഴിച്ച് ഫൂസായി കിടക്കുകയാണ്, നീ വാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവള് കൂട്ടാക്കാണ്ടാകുമ്പോൾ ഇവളെന്ത് ചെയ്യുന്നേട്ടാ കുറച്ച് ഡ്രിങ്ക്സ് എടുത്ത് വീണ്ടും കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നീ പൊക്കോന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ ഈ പെണ്ണെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, രണ്ടുപേരും ഒരു റൂമിൽ കൊണ്ട് കിടിച്ചിട്ടുണ്ടായിരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനെ അന്വേഷിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഇയാൾക്ക് ബോധം തെളിയുന്നുണ്ട്, നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. അത് കറക്റ്റ് നമ്മുടെ ഹീറോ വന്നിട്ട് നമ്മുടെ ഹീറോനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി. ഈ സമയത്ത് ഇവന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം ഇവളോട് ഫസ്റ്റ് പറഞ്ഞതല്ലേ അവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ട്, പക്ഷേ ഇവള് കൂട്ടാക്കണല്ലോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹീറോയിനൊക്കെ ടച്ച് ചെയ്തുകൊണ്ട് ഇരിക്കാനായിട്ട്. ഈ സമയത്ത് നമ്മുടെ ഫ്രണ്ടിന് ഇതൊക്കെ കൊണ്ട് ചിരി വരുന്നുണ്ട്. അങ്ങനെ നേരെ നമ്മുടെ ഹീറോ വരുന്നത് അവൻ്റെ മെൻഷനിലേക്കാണ് കേട്ടോ. എന്നിട്ട് അവൻ്റെ റൂമിൽ കൊണ്ട് നമ്മുടെ ഹീറോയിനെ കൊണ്ട് കിടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഡ്രസ്സിൻ്റെ ബട്ടൺസ് ഒക്കെ അയച്ചിട്ടാണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിണ്ടല്ലോ അവിടെ നിന്ന് പോകേണ്ട. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൊണ്ട് വന്നിട്ട് ഇവളുടെ നെറ്റൊക്കെ ഒപ്പി കൊടുക്കേണ്ട. ആ സമയത്ത് ഇവള് ക്ലോസ് ആയിട്ട് വന്നിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് വാട്ടർ വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ അവൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ചോദിക്കുകയാണെങ്കിൽ ഗൂന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ഒന്നും മിണ്ടല്ലോ. എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നീ ഗൂവല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സൂക്ഷിച്ച് നോക്കിയിട്ട് പറയുകയാണ് നീ ഗൂ തന്നെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ വന്നിട്ട് നമ്മുടെ ഹീറോയിനെ പിടിച്ചൊരു കിസ് കൊടുക്കുന്നുണ്ട്. കിസ് കിട്ടിയോട് കൂടി ഉണ്ടല്ലോ നമ്മുടെ ഹീറോ ഒന്ന് ഫ്ലാറ്റ് ആവുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഗൂവിൻ്റെ പേരല്ല പറഞ്ഞു. അപ്പോൾ ഇവന് നല്ല ദേഷ്യം ഉണ്ട്. ഇവൻ അവിടെ നെറ്റ് പോയിട്ട് ആ ചൂടുവെള്ളം മൊത്തം ഇവൻ്റെ തലയിൽ കൂടെ ഒഴിക്കുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ ഫ്രണ്ട് ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അതായത് ഗൂവിൻ്റെ പേര് പറഞ്ഞിട്ട് കിസ് കൊടുത്താൽ ഇവന് ചെറുതായിട്ട് ജലസി ഫീൽ ചെയ്തു. പിന്നെ നെക്സ്റ്റ് ടൈം മോർണിംഗ് ആണ് കാണിക്കുന്നത്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഉറക്കണിക്കുണ്ടായിരിക്കും. അപ്പോൾ ഈ ടൈമിൽ ഇവിടെ ചുറ്റും നോക്കുന്ന സമയത്ത് ഇവിടെ റൂമല്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ വന്ന് നോക്കുന്ന സമയത്ത് ഹീറോ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നേരിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ മെമ്മറി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൾ ചോദിക്കണം ഇന്നലെ നൈറ്റ് നിങ്ങൾ നടന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവള് പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞുകൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് ഡ്രിങ്ക്സ് അയച്ചുകൊണ്ട് കാണുന്നവർ സോറി എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി ഇവൾ കിസ് ചെയ്ത കാര്യമൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒന്നും നടക്കാത്ത പോലൊക്കെ സംസാരിക്കണം. അവൻ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഇവൻ്റെ ഉള്ളിലുള്ള ദേഷ്യം കിടക്കണം. കാരണം ഗൂവിൻ്റെ പേര് പറഞ്ഞിട്ടായിരിക്കും ഇവള് കിസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതാണ് ഇവന് ദേഷ്യം വരുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയിനും അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഗൂവിനാണ് കാണിക്കുന്നത് കേട്ടോ. അവനും ബോധം നേടിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയോട് ചോദിക്കുന്നത് നീ ഓക്കെ അല്ലേ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ അതേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗൂവും നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് ഇവൾ ഉള്ളിക്കൂടെ പോകുന്നത് നമ്മുടെ ഹീറോയിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. ആ കാറിലിരുന്നിട്ട് ക്ലോസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഓർത്തിട്ട് ഇവളും പറയുന്നത് വെച്ചാൽ ഞാൻ എന്തൊക്കെ ചെയ്തത് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ സിസ്റ്റർ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ഹീറോയിനെ പിടിച്ചടിക്കാണ്. കാരണം നമ്മുടെ ഗൂവിൻ്റെ ബെഡിലേക്ക് കണ്ടിട്ടൊക്കെ ഇപ്പോൾ ഇവള് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ഗൂ ഇവൾ ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവളും തിരിച്ചൊരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ അടിക്കണ ശബ്ദമൊക്കെ ആണെങ്കിൽ കേൾക്കുന്നുണ്ട് നമ്മുടെ ഹീറോയും അതുപോലെ ഗൂണ്ട. എന്നിട്ട് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് നിനക്ക് എന്നെ അടിക്കാൻ എന്താ അവകാശമുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് പറയുന്നത് നീ ഗൂവിനോട് സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നത് അവൻ്റെ ചേളിയോട് ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗൂവും ഹീറോ അവിടേക്ക് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. ഇവരൊക്കെ ഈ ടോക്കിങ് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ഗൂവിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കാൻ വരുന്നുണ്ട്. സമയത്ത് നമ്മുടെ ഹീറോണെങ്കിൽ ഓൾറെഡി അവിടെ നിന്ന് പോയിട്ടുണ്ടായിരിക്കുന്നുണ്ട്. അതായത് ഇവന് ഇത് കേൾക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. നമ്മുടെ ഗൂവും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗൂവും അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് ഈ പെണ്ണിനാണെങ്കിൽ നല്ല രീതിയിലൊക്കെ ദേഷ്യം വരില്ല. എന്നിട്ട് ഇവളാണെങ്കിൽ നേരെ ഇവളെ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയാണ് അതായത് ഗൂവും ഹീറോനും ഒരുമിച്ചായിരുന്നു ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അവനെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന പറഞ്ഞ സമയത്ത് അമ്മ പറയുന്നത് മോളൊന്നും കൊണ്ട് പേടിക്കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്ര വേഗം അവൾ ഇവിടുന്ന് പറഞ്ഞു വിടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ സ്റ്റെപ്പ് സിസ്റ്ററാണെങ്കിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗൂവിന് ഹീറോയിനൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് അവൾ തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമയത്ത് ഗൂ പറയുന്നത് അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയും അതുപോലെ ഗൂവിൻ്റെയും ആർമീസും കൊളാബ് ചെയ്തിട്ടല്ല പ്രവർത്തിക്കുന്നത്. ഈ സമയത്ത് കുറേ വെപ്പൺസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാൻ നല്ല രീതിയിൽ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഗൂവിനെ നോക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഗൂവ് എന്തോ നോക്കുകയാണ് റിപ്പോർട്ടേഴ്സ്. ഇത് നോക്കി കഴിഞ്ഞിട്ട് നമ്മുടെ വാൻ്റെ അടുത്തും പേരെടുത്ത് സംസാരിക്കണം കേട്ടോ. അതായത് നമ്മുടെ ടാൻ ആർമി എന്ന് പറയുന്നത് അത്രയ്ക്ക് മോശമല്ല എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഹീറോൻ്റെ ആർമി കേട്ടോ. ഇപ്പോൾ അവരായിട്ടല്ല കൊളാബ് ചെയ്തിട്ട് പറയുന്നത് അവരെ നല്ല നല്ല കൈൻഡ് ആയിട്ടുള്ള വെപ്പൺസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പാട്ട് ഉണ്ടാവണത് കേട്ടോ.